പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഈ അർദ്ധവാർഷിക പരീക്ഷയുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു ചാപ്റ്ററാണ് 4th ചാപ്റ്റർ ഇൻക്രീസിങ് നമ്പേഴ്സ്. അപ്പോൾ ഇത് പരസ്പരം സംഖ്യകളെ ആഡ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുള്ളൊരു ചാപ്റ്ററാണ്. എക്സാമ്പിൾ, ഇപ്പോൾ ഇതേതാ നമ്പർ 2. ഈ 2 എന്നതിനോട് കൂടി 3 എന്നത് ഇൻക്രീസായി, ആഡായി. അപ്പോൾ എത്രയായി ടോട്ടൽ? 3 + 2 5 ആയി. ഈ ഒരു സംഗതി വലിയ സംഖ്യകളിൽ ഇത്തിരി വലിയ നമ്പേഴ്സിൽ കൊടുക്കുന്നു എന്ന് മാത്രം. ഈ ചാപ്റ്റർ അത്രയേ ഉള്ളൂ, കൂടുതലൊന്നും ഡിഫിക്കൽട്ട് ഇല്ല. അപ്പോൾ മൊത്തത്തിൽ ടെക്സ്റ്റ് പഠിക്കുന്നതിന് പകരം ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള ഭാഗങ്ങൾ മാത്രം നോക്കുക. എന്നിട്ട് ഇതിൻ്റെ മെത്തേഡ് മനസ്സിലാക്കുക. ഈ രൂപത്തിൽ എല്ലാ ക്വസ്റ്റ്യൻസും ആൻസർ ചെയ്യാൻ പഠിക്കുക. ഇവിടെ കണ്ടോ, പേജ് നമ്പർ 49. ഇവിടെ 9,000 10,000 ഞങ്ങളുടെ പൂരിപ്പിക്കാൻ എന്താവും? 11,000 12,000 30,000 14,000 അങ്ങനെ പോവും. ഓക്കെ, സിമ്പിളാണ്. അതേപോലെ തന്നെ ഇവിടെ 1000 ആൻസർ 490 + 10 + 500 = 1000. ഇവിടെ ഇപ്പോൾ 490 + ഡാഷ് = 1000 കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെങ്ങനെ ആൻസർ കിട്ടുക? ഇവിടെ 490, ഇവിടെ 490, ഇവിടെ 500 + 10. അപ്പോൾ 510 കൊടുത്താൽ 490 510 ആൻസർ എന്താവും? 1000 ആണ്. സിമ്പിളാണ്. പേരൻസ് ഒന്ന് ഒപ്പം എന്നിട്ടൊന്ന് വിശദീകരിക്കുക. വീഡിയോ ചുരുക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് പറഞ്ഞു പോകണം മാത്രം. ഇതേപോലെ ഇവിടെ ഒരു മത്സരമാണ്. ഈ മത്സരത്തിൽ ധ്വാനി 2 കുട്ടികൾ നേടിയ പോയിൻറ്റ്സ് ആണ്. അപ്പോൾ ഫസ്റ്റ് റൗണ്ടിൽ 100 900 525 ടോട്ടൽ എത്ര ആൻസർ? അപ്പോൾ ഇതൊക്കെ കൂടി ടോട്ടൽ എന്ന് പറയുമ്പോൾ എപ്പോഴും = ഇതൊക്കെ കാൽക്കുലേറ്റ് ചെയ്യാണ്. സിമ്പിളാണ്. കാൽക്കുലേഷനൊക്കെ വേറൊരു വീഡിയോയിൽ കൃത്യമായിട്ട് പഠിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ ക്ലാസ്സിന് ഒരുപാട് ചെയ്ത് പരിശീലിച്ചതാണ്. അപ്പോൾ ആ വീഡിയോ ഡൗട്ടുള്ളവർ കാണുക. ഈ 2 നമ്പർ ആഡ് ചെയ്തു. ഇത് ആൻസർ കിട്ടണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഞാൻ അത്രയും കൂടി ചേർക്കണം. അപ്പോൾ ഇത്തരത്തിലുള്ള സാഹചര്യത്തിൽ എന്ത് ചെയ്യുക? ഇത് രണ്ടും ആഡ് ചെയ്യുക. 750 250 = എത്ര? 1000 ആണ്. ഈ 1000ഉം ഇനി എത്ര വേണം ഇതിലേക്ക് എത്താൻ? അത്തരത്തിലൊരു ക്വസ്റ്റ്യൻ വന്നാൽ ഈ 1000ൽ നിന്നും ഇതിലേക്ക് എത്താൻ, ഈ ആൻസറിലേക്ക് എത്താൻ എത്ര വേണം? അപ്പോൾ ഇതിൽ നിന്നും ഇത് മൈനസ് ആക്കുക. അപ്പോൾ ഇതിൻ്റെ ആൻസർ കിട്ടും. ഇത്തരത്തിലുള്ള ഐഡിയാസ് കുട്ടികളുടെ മൈൻഡിലെത്തണം. അപ്പോൾ ഇത്തരത്തിലുള്ള ഏത് പ്രോബ്ലം തന്നാലും ഈ ഉത്തരം കിട്ടും. പ്ലസ് മൈനസൊക്കെ കൃത്യമായി പഠിച്ചിട്ടുണ്ട്. ഡൗട്ടുള്ളവർ ആ വീഡിയോ ഒന്നുകൂടി കാണണം. പിന്നെ ഇവിടെ ഇമ്പോർട്ടൻ്റ് ഉള്ള ഒന്നുമില്ല. ഈ രൂപത്തിൽ പോയാൽ ഈ ഒരു ക്വസ്റ്റിന് പേജ് നമ്പർ 54 ഇമ്പോർട്ടൻസ് ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ പല ഐറ്റംസിൻ്റെയും റേറ്റ് എഴുതിയിട്ടുണ്ട്, പ്രൈസ് എത്ര രൂപയാണെന്ന്. അപ്പോൾ ഈ 2 ഐറ്റംസ് വാങ്ങിയാൽ എത്ര രൂപയാവും എന്നുള്ള ക്വസ്റ്റ്യൻസാണ് ഉണ്ടാവുക. ടോട്ടൽ എത്ര കൊടുക്കണം? ഈ ഇത്തരത്തിൽ കുറച്ച് പ്രൈസ് തന്നിട്ട് ഇത്ര ഐറ്റംസ് വാങ്ങിയ ടോട്ടൽ എത്ര ആവുമെന്ന്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ 920 980 ടോട്ടൽ എത്രയാവും? നമുക്ക് ഇവിടെ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. 980 + 920 ഇതല്ല ഇതിൽ ക്വസ്റ്റ്യൻ ഉള്ളത്. എന്നാലും ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ഉണ്ടാക്കുകയാണ്. 0 + 0 0 8 + 2 8 എടുത്തിട്ട് 2 കൂടി ആഡ് ചെയ്താൽ 8 കഴിഞ്ഞാൽ 1 എന്ന് വെച്ചാൽ 8 കഴിഞ്ഞാൽ 8ൻ്റെ ഒപ്പം ഈ 2 ആഡ് ചെയ്തു. 8 കഴിഞ്ഞാൽ 9 10 ആൻസർ 10. ഈ 10 വരുമ്പോൾ അവസാനത്തെ അക്കം 0 ഇവിടെ ഇടുന്നു. 10ൻ്റെ 1 മുകളിൽ ബാലൻസ് ആക്കി കൊടുക്കുന്നു. 9 + 1 10 10 + 9 19. അപ്പോൾ ആൻസർ ഇവിടെ 19. അപ്പോൾ ടോട്ടൽ എത്രയാണ് ആൻസർ? 1900 ആണ്. ഇത് രണ്ടും കൂടി വാങ്ങിയാൽ ടോട്ടൽ എമൗണ്ട് വരിക. ഈ രൂപത്തിൽ ഏതെങ്കിലും 2 ഐറ്റംസ് വാങ്ങിയാൽ എത്രയെന്നുണ്ടെങ്കിൽ അത് രണ്ടും കാൽക്കുലേറ്റ് ചെയ്യാൻ കുട്ടികൾക്ക് ഐഡിയ കിട്ടണം. ഇത്തരത്തിലുള്ള സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ്. പിന്നെ ഇവിടെ ഒരു പേജ് നമ്പർ 58 ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ധാനു ഫസ്റ്റ് റൗണ്ടിൽ എത്ര, സെക്കൻഡ് റൗണ്ടിൽ എത്ര നിങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ടോട്ടൽ എത്ര പോയിന്റ് നേടിയെന്ന്. അപ്പോൾ ഈ ഫസ്റ്റ് 1ഉം 2ഉം തമ്മിൽ ആഡ് ചെയ്താൽ ടോട്ടൽ കിട്ടും. അങ്ങനെ 4 കുട്ടികളുടെ പേര് തന്നിട്ട് ഇവർ ടോട്ടൽ എത്ര കിട്ടിയെന്നത് ആഡ് ചെയ്തിട്ട് എഴുതുക. എന്നിട്ട് ഇതിൽ ഏറ്റവും കൂടുതൽ പോയിന്റ് നേടിയ ഏതാണെന്ന് നോക്കണമെന്നുണ്ടെങ്കിൽ ഏറ്റവും വലിയ സംഖ്യ ഏതാ, അതാണ് അതിൻ്റെ ആൻസർ. ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഉള്ളൂ. ഇവിടെ പേജ് നമ്പർ 59 കുറച്ച് ഐറ്റംസ് ഉണ്ട്. അപ്പോൾ ഇതിൽ ടോട്ടൽ കുട്ടീൻ്റെ കയ്യിൽ എത്ര പൈസ ഉണ്ടെന്ന് കാണിക്കും. എന്നിട്ട് ഏതെങ്കിലും ഐറ്റംസ് വാങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ എത്ര ടോട്ടലായി എന്നുള്ളത്. അപ്പോൾ ഇതൊക്കെ ഒന്ന് പരസ്പരം ഏതൊക്കെ ഐറ്റംസ് വരുന്നത് വെച്ചാൽ അതൊന്ന് ആഡ് ചെയ്ത് കൊടുത്താൽ മതി, അതിൻ്റെ ആൻസർ കിട്ടും. ഓക്കെ, പിന്നെ അവിടെ ഒരു പാറ്റേൺ ഉണ്ട്. 4,100 5,100 6,100 ബാക്കി എന്താ ഉണ്ടാവുക? 7,100 8,100 9,100 അങ്ങനെ പോകും. 100 ആഡ് ചെയ്ത് പോവുക. അപ്പോൾ ഫസ്റ്റ് മുതലേ എത്രയാണ് ആഡ് ചെയ്ത് പോകണമെന്ന് നോക്കണം. ലാസ്റ്റ് 2 നോക്കിയാൽ പോരാ. ആദ്യം മുതലേ എത്ര ആഡ് ചെയ്ത്